Hello my dear students, welcome to Learner'sworld. In this video, I am going to talk about The Rocking Horse Winner by D.H. Lawrence. D.H. Lawrence was an English author known for his novels, short stories, poems, plays, essays, travel books and letters. D.H. Lawrence ഒരു ഇംഗ്ലീഷ് ഓഥറാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, പോംസ്, പ്ലേസ്, എസ്സേസ്, ട്രാവൽ ബുക്സ്, ലെറ്റേഴ്സ് തുടങ്ങിയവയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. He brought in style and treatment in narration quite different from the classical novelist of the period. D.H. ലോറൻസിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, അതായത് നരേഷൻ്റെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് ക്ലാസിക്കൽ പീരീഡിൽ ഉണ്ടായിരുന്ന നോവലിസ്റ്റുകളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നരേഷൻ സ്റ്റൈലായിരുന്നു D.H. ലോറൻസിന് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. His discussions on sexuality in his novels made his life difficult in England, and publishing houses refused to associate with him. അതായത് അദ്ദേഹത്തിൻ്റെ നോവൽസിലൊക്കെ സെക്ഷുവാലിറ്റീനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ട് ലൈഫ് ഡിഫിക്കൽട്ടാക്കി എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ നോവൽസ് ലേഡി ചാറ്റർലീസ് ലവറൊക്കെ ആണെങ്കിലും അതിലൊക്കെ സെക്ഷുവാലിറ്റീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ലൈഫ് അദ്ദേഹത്തിന് ഡിഫിക്കൽട്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പബ്ലിഷിംഗ് ഹൗസസ് അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലേഡി ചാറ്റർലീസ് ലവർ, ഇറ്റ് പബ്ലിഷ് ഇൻ 1928. ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ഓഫ് ദ നോവൽസ് ബൈ ലോറൻസ് വാസ് നോട്ട് പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ലേഡി ചാറ്റർലീസ് ലവർ ഒരു കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഒരു നോവലാണ് D.H. ലോറൻസിൻ്റെ. അത് ഇംഗ്ലണ്ടിൽ പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയും കോൺട്രവേഴ്സി ഉള്ള ഒരു നോവലായതുകൊണ്ട് തന്നെ, സെക്ഷുവാലിറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു നോവലായതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ അത് റിഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഹിസ് മേജർ വർക്ക്സ്, ഫസ്റ്റ് വൺ ഈസ് സൺസ് ആൻഡ് ലവേഴ്സ്, ഇറ്റ് പബ്ലിഷ് ഇൻ 1913. It is a novel. Then The Rainbow, it published in 1915. Then Woman in Love, it published in 1920. Then Lady Chatterley's Lover, it published in 1928. Lady Chatterley's Lover ആണ് അദ്ദേഹത്തിൻ്റെ ഒരു മോസ്റ്റ് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു നോവൽ എന്ന് പറയുന്നത്. The Rocking Horse Winner, it is a short story. അതായത് നമ്മൾ D.H. ലോറൻസിൻ്റെ The Rocking Horse Winner എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഫസ്റ്റ് പബ്ലിഷ് ഇൻ 1926 ഇൻ ഹാർപ്പേഴ്സ് ബസാർ. ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്തത് 1926 ഹാർപ്പേഴ്സ് ബസാറിലാണ്. ഇറ്റ് ഈസ് എ സ്റ്റോറി അബൌട്ട് ലക്ക്, മണി ആൻഡ് സക്സസ് ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ചേസിങ് ആഫ്റ്റർ ദീസ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ടു മച്ച് ഇൻ ദം. അതായത് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത് ലക്ക്, മണി ആൻഡ് സക്സസ് ഇതാണ് എല്ലാം എന്നുള്ള ഒരു ധാരണ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിറകെ പോകുന്നത് മൂലം ഉണ്ടാകുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ദ റോക്കിംഗ് ഹോഴ്സ് വിന്നറിൽ പറയുന്നത്. അഡാപ്റ്റഡ് ഇൻ എ ഫ്യൂച്ചർ ലെങ്ത് ഫിലിം ഇൻ 1949. ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ 1949 ഫിലിമിലേക്ക് അഡാപ്റ്റേഷൻ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് മോഡേണിസ്റ്റ് ഫിക്ഷൻ. അതായത് ഈ ഒരു റോക്കിംഗ് ഹോഴ്സ് വിന്നർ എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറി ഒരു മോഡേണിസ്റ്റ് ഫിക്ഷൻ എക്സാമ്പിളാണ് എന്നാണ് പറയുന്നത്. സ്റ്റോറീസ് തീംസ് ഓഫ് ഹൗ ഗ്രീഡ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ഔട്ട്ലുക്ക് അപ്പോൺ ലൈഫ് ക്യാൻ ഹൈറ്റൻ എ സെൻസ് ഓഫ് ആങ്സൈറ്റി വിത്തിൻ എ ഹോം. അതായത് ഈ സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നത് ഗ്രീഡ്, അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ഔട്ട്ലുക്ക്, അതായത് ഒരു മണി, അതുപോലെ സക്സസ്, ലക്ക് ഇതൊക്കെ ആഗ്രഹിക്കുകയും അതുപോലെ ഇതിൻ്റെ പുറകെ പോവുകയും അതുമൂലം ആ വീട്ടിൽ ഒരു പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ മരണം വരെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാജഡിയിലേക്ക് നയിക്കുന്ന ഒരു സ്റ്റോറിയാണ് ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ്, ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി. പോൾ ഈസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. പോളാണ് ഇതിൽ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രൊട്ടഗണിസ്റ്റ് ആണ് സെൻട്രൽ ക്യാരക്ടർ. ഈ ഒരു സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് പോളാണ്. ദെൻ ഹെസ്റ്റർ, പോൾസ് മദർ. ദെൻ പോൾസ് ഫാദർ. ദെൻ ബെസറ്റ്, ഗാർഡനർ അറ്റ് പോൾസ് ഹൗസ്. ബെസറ്റാണ് പോളിൻ്റെ വീട്ടിലെ ഗാർഡനർ. ദെൻ ഓസ്കാർ ക്രസ്വെൽ, പോൾസ് അങ്കിൾ. ദെൻ പോൾസ് സിബ്ലിങ്സ്. ഓക്കെ. The short story, The Rocking Horse Winner by D.H. Lawrence has a fairy tale quality to it. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഫെയറി ടെയിൽ മോഡലാണ്. ഇറ്റ് ഫോക്കസ് ഓൺ എ ഫാമിലി, ഇൻ പെർട്ടിക്കുലർ ദ യങ് സൺ പോൾ. പോൾസ് മദർ ഫെൽ ദാറ്റ് ഷി ഹാഡ് ബാഡ് ലക്ക് ആൻഡ് ഇറ്റ് ഓഫൻ ഡിപ്രസ്ഡ് ഹെർ. അപ്പോൾ ഒരു ഫാമിലിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു
ഒരു ബോയ് ഉണ്ട്, അതിൻ്റെ പേരാണ് പോൾ എന്ന് പറയുന്നത്. പോളിൻ്റെ മദർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ ബാഡ് ലക്കാണ്, അവൾക്ക് ലക്കില്ല എന്നുള്ള രീതിയിലാണ്. അതുപോലെ അവൾ അതിനെക്കുറിച്ചിട്ട് ഓർത്ത് എപ്പോഴും ഡിപ്രസ്ഡാണ്. അതായത് ഞാൻ ബാഡ് ലക്കായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള രീതിയിൽ അവൾ എപ്പോഴും ഡിപ്രസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. ഷീ ലോങ്ഡ് ഫോർ മോർ മണി. ദ ഹൗസ് ഈവൻ സീം ടു വിസ്പർ ടു ദ ഫാമിലി ദർ മസ്റ്റ് ബി മോർ മണി. അപ്പോൾ ഈ ഒരു പോളിൻ്റെ മദർ ഒരുപാട് പണം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ പോളിൻ്റെ വീട്ടിൽ എപ്പോഴും വിസ്പർ ചെയ്യുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ദർ മസ്റ്റ് ബി മോർ മണി. അവർക്ക് എപ്പോഴും മോർ മണി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വെൻ ഹർ സൺ ആസ്ക്ഡ് ഹർ അബൌട്ട് ഇറ്റ്, ദ മദർ ബ്ലെയിംഡ് ദ ഫാദേഴ്സ് ബാഡ് ലക്ക് ഫോർ ദിയർ ലാക്ക് ഓഫ് മണി. ഒരിക്കൽ പോൾ അമ്മയോട് ചോദിച്ചു ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട്. അപ്പോൾ അമ്മ അവൻ്റെ ഫാദറിനെ ബ്ലെയിം ചെയ്തിട്ട് പറഞ്ഞു, ഫാദർ ഒരു ബാഡ് ലക്ക് ഉള്ള ആളാണ്, അതുകൊണ്ടാണ് നമുക്ക് ലാക്ക് ഓഫ് മണി ഒക്കെ ആയിട്ട് വരുന്നത്, നമുക്ക് പണമില്ലാത്തതൊക്കെ അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഷീ സെഡ് ഇറ്റ് വാസ് ബെറ്റർ ടു ബി ലക്കി ദാൻ ടു ബി റിച്ച്. അതുപോലെ അവൾ പറയുന്നുണ്ട്, അതായത് ഒരാൾ ലക്കി ആയിരിക്കുന്നതാണ് ഒരാൾ റിച്ച് ആയിരിക്കുന്നതിനേക്കാളും നല്ലത് എന്ന് പറയുന്നുണ്ട്. പോൾ ഡിക്ലെയർഡ് ദാറ്റ് ഹി വാസ് എ ലക്കി പേഴ്സൺ. ആ ഒരു സമയത്ത് പോൾ അമ്മയോട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഞാനൊരു ലക്കി പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ. ഹി ഹാഡ് എ ലാർജ് റോക്കിംഗ് ഹോഴ്സ് ദാറ്റ് ഹി വുഡ് റൈഡ് ഓൺ ഇൻ ദ പ്ലേ റൂം ആൻഡ് സ്റ്റെയർ ഓഫ് ഇൻ ടു സ്പേസ് വിച്ച് ഫ്രൈറ്റൻ ഹിസ് സിസ്റ്റേഴ്സ്. പോളിന് ഒരു വലിയൊരു റോക്കിംഗ് ഹൗസ് ഉണ്ട്, അതായത് ഒരു മരക്കുതിര ഉണ്ട്. അവൻ്റെ പ്ലേ റൂമിൽ അതിനിങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കും, നല്ല സ്പീഡിലാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ അവൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര പേടിയാണെന്നാണ് പറയുന്നത്. ഹിസ് അങ്കിൾ ഓസ്കാർ ആസ്ക്ഡ് ഹിം വാട്ട് ദ ഹോഴ്സ് നെയിം വാസ്. പോൾ എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഹി ഹാഡ് ഡിഫറെൻറ്റ് നെയിംസ്. ലാസ്റ്റ് വീക്ക് ഹി വാസ് സെൻസോവിനോ ഹു വൺ ദ അസ്കോട്ട് റേസ്. ഒരിക്കൽ നമ്മളുടെ പോളിൻ്റെ അങ്കിൾ ഓസ്കാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താണ് നിൻ്റെ ഈ ഒരു ഹോഴ്സിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അതിന് പോൾ മറുപടി ആയിട്ട് പറഞ്ഞത്, എൻ്റെ ഹോഴ്സിന് ഡിഫറെൻറ്റ് നെയിംസിലാണ് അവൻ അറിയപ്പെടുന്നത്. ലാസ്റ്റ് വീക്കിൽ അവന് സെൻസോവിനായിരുന്നു, അതായത് അസ്കോട്ട് റേസ് വൺ ചെയ്തിട്ടുള്ള സെൻസോവിനായിരുന്നു അവന് ലാസ്റ്റ് വീക്കിൽ. ദെൻ പോൾ ഓഫൺ ടോക്ക്ഡ് അബൌട്ട് ഹോഴ്സ് റേസസ് വിത്ത് എയർ ഗാർഡനർ ബെസറ്റ്. അപ്പോൾ ഇപ്പോഴും അവൻ്റെ ഗാർഡനറായിട്ടുള്ള ബെസറ്റിനോട് ഹോഴ്സ് റേസിനെ കുറിച്ചിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ അങ്കിൾ ട്രൈ ടു ആസ്ക് പോൾ ഇഫ് ദ ഗാർഡനർ ബെറ്റ് ഓൺ ദ ഹോഴ്സസ് ബട്ട് പോൾ ഡിഡ്ന്റ് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരിക്കൽ പോളിൻ്റെ അങ്കിള് ചോദിക്കുന്നുണ്ട് പോളിനോട്, ഗാർഡനറുമായിട്ട് നീ ഹോഴ്സ് റേസിൽ ബെറ്റ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള മറുപടി പോൾ കൊടുക്കുന്നില്ല. അങ്കിൾ ഓസ്കാർ വണ്ടേർഡ് ഇഫ് പോൾ ഹാഡ് എ ടിപ്പ് ഫോർ ദ അപ്കമിങ് ലിങ്കൺ റേസ്. പോൾ സെഡ് ഡാഫോഡിൽ വുഡ് വിൻ. നമ്മളുടെ അങ്കിൾ ഓസ്കാറിന് ഭയങ്കര അതിശയം തോന്നുന്നുണ്ട്. അതായത് നമ്മളുടെ ഈ ഒരു അപ്കമിങ് ആയിട്ടുള്ള ലിങ്കൺ ഹോഴ്സ് റേസിൽ പോളിന് എന്തൊക്കെയോ ടിപ്പൊക്കെ അറിയാം. അതായത് പോൾ അതിൽ പറയുന്നുണ്ട് ഡാഫോഡിൽ വുഡ് വിൻ എന്നുള്ളത് പറയുന്നുണ്ട്. അങ്കിൾ ഓസ്കാർ ഡിഡ്ന്റ് ബിലീവ് ഇറ്റ് ബിക്കോസ് ഡാഫോഡിൽ വാസ് എ ലോങ് ഷോട്ട്. പക്ഷേ ഡാഫോഡിൽ വിൽ വിൻ എന്ന് പറയുന്ന സമയത്ത് പോൾ പറയുന്ന സമയത്ത് അങ്കിളിനത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. പോൾ മെയ്ഡ് ഹിം പ്രോമിസ് നോട്ട് ടു ടെൽ എനി വൺ. ഇത് പോൾ ഈ സമയത്ത് അങ്കിളിനോട് പറയുന്നുണ്ട്, ഇത് ആരോടും പറയരുത്. അതായത് ഞാൻ ഇങ്ങനെ ഹോഴ്സ് റേസ് ഇങ്ങനെ ഡാഫോഡിൽ വിൻ ചെയ്യും എന്ന് പറഞ്ഞ കാര്യം ആരോടും പറയരുത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യം ആരോടും പറയരുത് എന്ന് പറയുന്നുണ്ട്. He said he only told his uncle because it was the 10-shilling note that his uncle had given to him that started him on his winning streak. അതായത് അവന് അത് അങ്കിളിനോട് മാത്രമേ പറഞ്ഞതുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്കിൾ അവന് 10 shilling നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അവന് ഈ ഒരു ഇതുണ്ടല്ലോ ഹോഴ്സ് റേസ് ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് 10 shilling നോട്ട് കൊടുത്തിട്ടുണ്ട്. His uncle asked how much he was betting on Daffodil and Paul replied 300 pounds. അങ്ങനെ അങ്കിള് പോളിനോട് ചോദിക്കുന്നുണ്ട്, എത്രയാണ് നീ ഈ ഒരു ഡാഫോഡിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് നീ ബെറ്റ് വെച്ചിട്ടുള്ളത്? അപ്പോൾ അവന് അതിനുള്ള മറുപടി കൊടുക്കുകയാണ്,
£300 അതിനാണ് ഞാൻ ഡാഫോഡിൽ വിൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബെറ്റ് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഈ അങ്കിൾ തോട്ട് ഹി വാസ് ജോക്കിംഗ്. ഇത് കേട്ടപ്പോൾ അവൻ്റെ അങ്കിളിനൊരു തമാശയായിട്ടാണ് തോന്നിയത്. പോൾ എക്സ്പ്ലെയിൻ ദാറ്റ് ബസറ്റ് കീപ്സ് ഇറ്റ് ഫോർ ഹിം ബിക്കോസ് ദേ ആർ പാർട്ട്നേഴ്സ്. ആ സമയത്ത് പോൾ പറയുന്നുണ്ട്, ഞാനും ബസറ്റും പാർട്ട്നേഴ്സാണ്, അവനാണ് എൻ്റെ പണമൊക്കെ സൂക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ തോട്ട് ബസറ്റ് വുഡ് ബി ബെറ്റിംഗ് $150 ഓൺ ഡാഫോഡിൽ. അതായത് ബസറ്റ് ഇതിൽ 150 ഡാഫോഡിൽ വിൻ ചെയ്യും എന്നുള്ളതിന് അവന് ബെറ്റ് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്കിൾ ഓസ്കാർ സ്റ്റിൽ ഡിഡിൻ ബിലീവ് ഹിം ബട്ട് ഹി അഗ്രീഡ് ടു പുട്ട് 5 ഓൺ ദ ഡാഫോഡിൽ ഫോർ പോൾ. എക്സൈറ്റഡ്ലി ദേ വാച്ച് ദ റേസ് വിച്ച് ഡാഫോഡിൽ വോൺ. അങ്ങനെ അങ്കിളിന് ഇതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും അങ്കിള് അവന് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്തു. അങ്ങനെ അവർ റേസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡാഫോഡിലാണ് വിൻ ചെയ്തത്. ഹിസ് അങ്കിൾ ബ്രോഡ് ഹിം ഹിസ് $20 ഇൻ വിന്നിങ്സ്. ദ ബോയ് വാണ്ടഡ് ടു ആഡ് ഇറ്റ് ടു ദ 1500 ഹി ലൈക്ലി ഹാഡ് നൗ വിത്ത് ബസറ്റ്. ഹിസ് അങ്കിൾ വാസ് tired of him talking this way, so he decided he needed to speak to Bassett himself. അങ്ങനെ ഡാഫോഡിൽ വിൻ ചെയ്തു. അവന് 1500 അവൻ കിട്ടി. അങ്ങനെ അവനത് ബസറ്റിനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അങ്കിള് പോളുമായി സംസാരിച്ച്, പോളിൻ്റെ കാര്യങ്ങളൊന്നും അങ്കിളിന് മനസ്സിലാവണില്ല. അങ്ങനെ പോളുമായി സംസാരിച്ച് ആകെ ടയേർഡായി. ഇനി ബസറ്റിനോട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം എന്നുള്ള രീതിയിലാണ് അങ്കിള് നിൽക്കുന്നത്. When Bassett talked about their system, he explained that sometimes Paul knew who the winner would be, as if he had it from heaven. Then they were able to make a lot of money. അപ്പോൾ ബസറ്റ് അതിൻ്റെ ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അങ്കിളിനോട്. അതായത് പോളിന് അറിയാം ആരാണ് വിൻ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ അവന് അത് പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് പണം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ബസറ്റ് പറയുന്നത്. He told Uncle Oscar that he keeps the money locked up, but Paul can have it whenever he wants. അങ്ങനെ ബസറ്റ് പറയുന്നുണ്ട്, അങ്കിളിനോട് പറയുന്നുണ്ട്, ഞാനാണ് എല്ലാ പണവും സൂക്ഷിച്ചു വെക്കുന്നത്, പോളിന് എപ്പോഴാണ് ആവശ്യം അപ്പോൾ ഞാൻ എടുത്തു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അങ്കിൾ ഓസ്കർ വാണ്ടഡ് ടു സീ ദ മണി, സോ ബസറ്റ് ടുക്ക് ഹിം ടു ദ ഗാർഡൻ ഹൗസ്. പക്ഷേ നമ്മൾ അങ്കിൾ ഓസ്കാറിൻ്റെ ആ ഒരു മണി കാണണമെന്നുണ്ട്. അങ്ങനെ ബസറ്റ് അങ്കിളിനെയും കൊണ്ട് ഗാർഡൻ ഹൗസിലേക്ക് പോവുകയാണ്. അങ്കിൾ ഓസ്കർ വാണ്ടഡ് ടു നോ മോർ അബൌട്ട് ഹൗ പോൾ നോസ് ദ വിന്നർ, ബട്ട് പോൾ വുഡൻ ഗിവ് ഹിം എനി ഡീറ്റെയിൽ. അങ്ങനെ അങ്കിൾ ഓസ്കാറിന് അറിയണമെന്നുണ്ട്, ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ പോളിന് ഇങ്ങനെയൊക്കെ അറിയുന്നത്, എങ്ങനെയാണ് ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ പോളിന് കഴിയുന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ട്. പക്ഷേ പോളിൻ്റെ അടുത്തുനിന്ന് ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. For the next race, Paul was sure about Lively's park, so he bet 1,000 on him, and Bassett put down 500 with Uncle Oscar betting 200. അങ്ങനെ നെക്സ്റ്റ് റേസിന് പോള് ലിവ്ലീസ് പാർക്ക് വിൻ ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ ബെറ്റ് വെച്ചു. അവന് 1,000 ബസറ്റ് 500 അതുപോലെ അങ്കിള് 200 ആയിട്ടാണ് ബെറ്റ് വെച്ചത്. വെൻ ലിവ്ലീസ് പാർക്ക് കെയിം ഇൻ ഫസ്റ്റ് at 10-1. പോൾ ഹാഡ് ഓവർ $10,000. അങ്ങനെ നമ്മുടെ ലിവ്ലീസ് പാർക്കാണ് ആ സമയത്ത് വൺ ചെയ്തത്. അങ്ങനെ പോളിന് ഓവർ $10,000 കിട്ടി. ദ സിസ്റ്റം മെയ്ഡ് അങ്കിൾ ഓസ്കാർ നെർവസ്, ബട്ട് പോൾ എക്സ്പ്ലെയിൻ ദാറ്റ് ഹി വാണ്ടഡ് ടു മേക്ക് സം മണി ഫോർ ഹിസ് മദർ സോ ദാറ്റ് ദ ഹൗസ് വിൽ സ്റ്റോപ്പ് വിസ്പറിങ്. ആ സിസ്റ്റം കണ്ടിട്ട് അങ്കിളിന് ആകെ പേടിയൊക്കെ തോന്നി ഈ ഒരു പരിപാടി കണ്ടിട്ട്. അപ്പോൾ ആ സമയത്താണ് പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്, അവനക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണം, അങ്ങനെ അമ്മക്ക് കുറച്ച് കാശ് കൊടുക്കണം, അങ്ങനെ ഞങ്ങളെ വീട്ടിലുള്ള ആ ഒരു വിസ്പറിങ് ഉണ്ടല്ലോ, അതായത് വൺ മോർ മണി എന്നുള്ള ഒരു വിസ്പറിങ് ഒഴിവാക്കണം എന്ന് പോൾ പറയണം. They decided to figure out a way to give his mother some of the money without her knowing that it came from Paul. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, അതായത് അമ്മക്ക് കുറച്ച് കാശ് കൊടുക്കാം, പക്ഷെ അത് ഞാനാണെന്ന് പറയണ്ട, പോളാണെന്ന് അമ്മ അറിയാതെ നമുക്ക് കുറച്ച് കാശ് കൊടുക്കാം. They reached out to a lawyer who decided to dole out $1,000 to Paul's mom each year on her birthday for the next 5 years, claiming it was from a relative of hers. അങ്ങനെ അവർ ഒരു ലോയറിനെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ലോയർ ഡിസൈഡ് ചെയ്തു, അതായത് $1,000 പോളിൻ്റെ അമ്മയ്ക്ക് ഓരോ ബർത്ത്ഡേക്ക്, അതായത് നെക്സ്റ്റ് 5 ഇയേഴ്സിലുള്ള ഓരോ ഇയറിലെ ബർത്ത്ഡേക്കും $1,000 ഒരു റിലേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ള ഒരു ഡിസിഷനിൽ അവരെത്തി. When her birthday came in November, the house had been whispering worse than ever.
അങ്ങനെ ബർത്ത്ഡേ നവംബറിലാണ് വന്നത്. ആ സമയത്ത് വീട്ടിലെ ആ ഒരു വിസ്പർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വൺ മോർ മണി എന്നുള്ള ഒരു വിസ്പറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോൾസ് വിസ്പറിങ് വേഴ്സ് ആർ നെവർ. പോൾസ് മദർ ഹാഡ് ബിഗം വർക്കിംഗ് ഫോർ എ ഫ്രണ്ട് സ്കെച്ചിങ് ഹർ ഫേഴ്സ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്, ബട്ട് ഷി മെയ്ഡ് ഓൺലി several hundred pounds per year. സോ ഷി വാസ് സ്റ്റിൽ അൺഹാപ്പി. അങ്ങനെ പോളിൻ്റെ അമ്മ ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അതായത് ഒരു ക്ലോത്തിൻ്റെ ഒരു ഷോപ്പാണ്. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് എന്താ കിട്ടുന്നത്? £700 പെർ ഇയർ, £700 മാത്രമാണ് കിട്ടുന്നത്. അതിൽ അവൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. When Paul watched his mother open the birthday letter, she did not say anything. അങ്ങനെ അമ്മക്ക് ബർത്ത്ഡേ ലെറ്ററിലാണ് അവന് ക്യാഷ് കൊടുക്കുന്നത്. പക്ഷേ ഒരു റിലേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ അമ്മക്ക് ബർത്ത്ഡേ ആ ഒരു ലെറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവളൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ലെറ്റർ ഫൗണ്ട് ഔട്ട് ഷീ വെൻറ്റ് ടു ദ ലോയർ ടു ആസ്ക് ഇഫ് ഷീ കുഡ് ഹാവ് ദ എൻ്റെ $5,000 അറ്റ് വൺസ്. അങ്ങനെ അമ്മ ഈ ഒരു കാശ് കാണുന്നുണ്ട്. ആ സമയത്ത് അമ്മ ലോയറിനെ കാണാൻ പോകുന്നുണ്ട്. ലോയറിനോട് പറയാണ്, എനിക്ക് ഈ $5,000, അതായത് $1,000 ആണ് പെർ ഇയറിൽ കൊടുക്കുന്നത്. അങ്ങനെ 5 ഇയേഴ്സിലാണ് കൊടുക്കുന്നത് ഓരോ ബർത്ത്ഡേക്കും. അപ്പോൾ അത് എല്ലാതും കൂടെ ഒന്നിച്ച് എനിക്ക് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ എൻ്റെ കടങ്ങളൊക്കെ തീർക്കാമായിരുന്നു. അതായത് $5,000 എനിക്ക് ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ എനിക്കെല്ലാം എൻ്റെ കടങ്ങളൊക്കെ തീർക്കാമായിരുന്നു എന്ന് പറയാണ്. After she received her money, the voices in the house went crazy. Paul received a tutor and new furnishings appeared, but still the house screamed that there had to be more money, which frightened Paul. അങ്ങനെ നമുക്ക് 5,000 ക്യാഷ് കിട്ടി. അത് ആ സമയത്ത് അമ്മ എന്താണ് ഒരു ട്യൂട്ടറിന്, പോളിന് വേണ്ടിയിട്ട് ഒരു ട്യൂട്ടറിനെ ഏർപ്പാടാക്കി. അതുപോലെ വീട്ടിലെ ഫർണിച്ചേഴ്സൊക്കെ മാറ്റി, അങ്ങനെ ഒരുപാട് മോഡിഫിക്കേഷനൊക്കെ വരുത്തി. ആ ഒരു സമയത്തും വീട്ടിലെന്താണ് ആ ഒരു വിസ്പറിങ്, ആദ്യം എന്താണ് ഒരു വിസ്പറിങ് ആയിരുന്നു, ഇപ്പോൾ എന്താണ് ഒരു സ്ക്രീമിങ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ ഉച്ചത്തിലാണ് അവർ ആ ഒരു വാചകം ഉരുവിടുന്നത്. അതായത് വൺ മോർ മടി എന്നുള്ള ആ ഒരു വാചകം ഉരുവിടുന്നത് എന്നാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ നമ്മളുടെ പോള് ആകെ പേടിയായി. At the Grand National, Paul had not been sure about the winner and had lost £100. അങ്ങനെ ഗ്രാൻഡ് നാഷണലിൽ പോളിന് വിന്നറാവാൻ കഴിഞ്ഞില്ല. അവന് £100 അവന് നഷ്ടമായി എന്നാണ് പറയുന്നത്. ഫോർ ദ ലിങ്കൺ റേസ് ഹി ലോസ് £50. അങ്ങനെ ലിങ്കൺ റേസിലും അവൻ എന്താണ് വിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അതിലും അവന് £50 അവന് നഷ്ടമായി. പോൾ ബിക്കെയിം ഓഡ് ആൻഡ് ഓവർ. ഇത് കണ്ട സമയത്ത്, ഇത് നടന്ന സമയത്ത് അവന് ആകെ ടെൻഷനായി, അവനാകെ വിഷമത്തിലായി. His mother noticed and suggested a trip to the seaside to relax. അങ്ങനെ അമ്മ ഇവൻ്റെ ഈ വിഷമങ്ങളൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത സമയത്ത് അമ്മ പറഞ്ഞു, നമുക്ക് സീസൈഡിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പോവാമെന്ന് പറഞ്ഞു. പോൾ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി കുഡൻറ്റ് പോസിബിളി ലീവ് ബിഫോർ ദ ഡെർബി. ദ മദർ ഡിഡൻറ്റ് ലൈക്ക് ഹിം വെറിങ് അബൌട്ട് horse races as the family had a history of gambling problems. But Paul didn't want to reveal to her why he didn't want to leave the house. പക്ഷേ പോൾ അങ്ങനെ ഒരു ട്രിപ്പ് പോവാൻ അവന് സമ്മതിച്ചില്ല, അവന് റെഡി അല്ലായിരുന്നു. ആ സമയത്ത് പോൾ ഒരിക്കലും ഈ ഒരു ഇതിനെക്കുറിച്ചിട്ട്, അതായത് ഈ ഒരു ഹോഴ്സ് റേസിങ്ങിൽ ബെറ്റ് വെക്കലും അത് വിൻ ചെയ്യലും അതിനെക്കുറിച്ചിട്ട് അവൻ ഒരിക്കലും അമ്മയോട് പറഞ്ഞിട്ടില്ല. കാരണം അവൻ്റെ ഫാമിലിയിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഗ്യാംബ്ലിങ്ങിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഗ്യാംബ്ലിങ് പ്രോബ്ലംസിൽ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് അവൻ്റെ ഫാമിലിക്ക്. അപ്പം അമ്മ ആ ഹിസ്റ്ററി എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അവന് അമ്മയുടെ മുമ്പിൽ ഇത് റിവീൽ ചെയ്തില്ല എന്നാണ് പറയുന്നത്. By the day of the race, Paul had not gotten out of the bed since that night. That evening, Bassett arrived, so the mother let him in, hoping he would improve Paul's sailing spirit. അങ്ങനെ ആ ഒരു റേസിങ്ങിൻ്റെ ആ ഒരു ദിവസം വന്നെത്തി. ആ സമയത്ത് നമ്മുടെ പോള് ആകെ വിഷമത്തിലാണ്. അവന് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ വരാൻ തുടങ്ങി. അവനാകെ ആങ്സൈറ്റി, അതുപോലെ ഒരുപാട് പ്രോബ്ലംസ് അവന് കീഴടക്കിക്കൊണ്ടിരുന്നു. ആ ഒരു നൈറ്റിൽ, ആ ഒരു ഈവനിങ്ങിൽ അവൻ എന്താണ്, ബസറ്റാണ് ആ സമയത്ത് വരുന്നത്. ബസറ്റിനെ കണ്ടപ്പോൾ അമ്മക്ക് കുറച്ചുകൂടെ സമാധാനമായി. അവനെ കണ്ടു കഴിഞ്ഞാൽ ഇവന് കുറച്ചും കൂടെ ഒരു റിലീഫ് കിട്ടും എന്നുള്ള രീതിയിൽ. ബസറ്റ് ടോൾ പോൾ ദാറ്റ് മലബാർ വൺ. അപ്പോൾ ബസറ്റ് നമ്മളെ പോളിനോട് പറഞ്ഞു മലബാർ വിൻ ചെയ്യും എന്നുള്ളത്.
ഓക്കെ, അതിന് മുമ്പ് കുറച്ച് മിസ്സായിട്ടുണ്ട് കേട്ടോ, സോറി. ഓക്കെ, അതിനുശേഷം അമ്മ, അതായത് പോളിൻ്റെ അമ്മ ഹെസ്റ്റർ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മ പോളിൻ്റെ പ്ലേ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ എന്തായിരുന്നു, ഒരു ഹോഴ്സിൻ്റെ, അതായത് ആ ഒരു വുഡൻ ആയിട്ടുള്ള ഹോഴ്സിൻ്റെ ആ ഒരു സൗണ്ട് വല്ലാതെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അമ്മ വരുന്നത്. അപ്പോൾ നമ്മളുടെ പോള് പറയുന്നത്, അതായത് മലബാർ എന്നുള്ള ആ ഒരു ഹോഴ്സ് റേസിൻ്റെ ടീമാണ് വൺ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് അമ്മ വരുന്നത്. അപ്പോൾ ബസറ്റ് വന്നിട്ട് പറയുന്നുണ്ട് മലബാറാണ് വിൻ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് പോൾ ഹാഡ് മെയ്ഡ് ഓവർ 70,000 പൗണ്ട്സ്. അങ്ങനെ നമ്മുടെ പോളിന് ഓവർ 70,000 പൗണ്ട്സാണ് അവന് കിട്ടുന്നത്. അവന് ഇതിന് മുന്നേ പ്രെഡിക്റ്റ് ചെയ്തു, അതായത് ഇതുവരെ പ്രെഡിക്റ്റ് ചെയ്തതെല്ലാം തെറ്റിപ്പോയി. ഇപ്പം അവന് പ്രെഡിക്റ്റ് ചെയ്തു മലബാറാണ് വിൻ ചെയ്യുക എന്നുള്ളത്. മലബാർ തന്നെ വിൻ ചെയ്തു. അതിന് അവന് എത്ര കിട്ടി? 70,000 പൗണ്ട്സാണ് അവന് കിട്ടുന്നത്. പോൾ ഡിഡ് perk up, blabbering on about how lucky he was. ആ സമയത്താണ് അവൻ എത്രത്തോളം ലക്കിയാണെന്ന് മനസ്സിലാക്കുന്നത്. ഹൗ ഹി ന്യൂ മലബാർ വുഡ് വിൻ. പോൾ പ്രൊഫസ് ടു ഹിസ് മദർ ദാറ്റ് ഇഫ് ഹി റോഡ് ഹിസ് റോക്കിംഗ് ഹോഴ്സ് ആൻഡ് ഗെറ്റ് ദർ ഹി കുഡ് ഫൈൻഡ് ഔട്ട് ദ വിന്നർ ഓഫ് ദ റേസ് വിത്ത് അബ്സല്യൂട്ട് സെർട്ടനിറ്റി. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ അവനോട് പറയുന്നുണ്ട്, നീ എത്ര ലക്കിയാണ്, എങ്ങനെയാണ് നീ മലബാർ വിൻ ചെയ്യുമെന്ന് നിനക്ക് എങ്ങനെ അറിഞ്ഞു? അങ്ങനെ പോള് എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാണ്. അതായത് ഈ ഒരു ഹോഴ്സ് റൈഡിങ്ങിനെ കുറിച്ചിട്ടും ആ ഒരു റോക്കിംഗ് ഹോഴ്സ് എങ്ങനെ റൈഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടൊക്കെ അവന് പറയണം. ദാറ്റ് നൈറ്റ് പോൾ ഡൈഡ്. ആ ഒരു നൈറ്റിലാണ് പോൾ മരിക്കുന്നത്. അതായത് അവന് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസും അതുപോലെ മെൻ്റൽ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആങ്സൈറ്റി, ടെൻഷനൊക്കെ മൂലം ആ ഒരു നൈറ്റിൽ പോൾ മരിക്കുകയാണ്. ഓസ്കർ സെഡ് ടു പോൾസ് മദർ ദാറ്റ് ഷി വാസ് $80,000 richer, but she had lost a son, albeit one who rode a toy to find out the winner of prizes. അതായത് ആ സമയത്ത് ഓസ്കാർ നമ്മുടെ പോളിൻ്റെ അമ്മയായിട്ടുള്ള എസ്റ്ററിനോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ $80,000 നേടിയിട്ടുണ്ട്, നിങ്ങളിപ്പോൾ റിച്ചറായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു ടോയ്, ഒരു ഹോഴ്സ് ടോയ് റൈഡ് ചെയ്ത് അവൻ ഈ ഒരു റൈസസിലെ വിന്നറിനെ കണ്ടുപിടിച്ച് അവനിപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാണ്. ദെൻ തീംസ് ഓഫ് ദ സ്റ്റോറി. ഇനി ഈ ഒരു സ്റ്റോറിയിലെ തീംസ് നോക്കാം. നോഷൻ ഓഫ് ലക്ക് എന്നുള്ളത് ഈ ഒരു സ്റ്റോറിയിലെ തീമാണ്. ലക്ക് ഇന്ന് എല്ലായിടത്തും ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, അച്ഛന് ബാഡ് ലക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ലാക്ക് ഓഫ് മണി ഉള്ളത്, അതുപോലെ ലക്കാണ് ഒരാൾക്ക് വേണ്ടത്, അല്ലാതെ റിച്ചറിനേക്കാളും ലക്കാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോഷൻ ഓഫ് ലക്ക് എന്ന് പറയുന്നത് ഒരു തീമാണ്. എസ് ഡിഫൈൻസ് ലക്ക് ആസ് ദാറ്റ് വിച്ച് കോസസ് യു ടു ഹാവ് മണി. Paul attempt to change his family's luck by riding the rocking horse so that he can make them wealthy. അതായത് അമ്മ ഹെസ്റ്റർ പറയുന്നുണ്ട്, ലക്ക് ഇതിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് മണി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ലക്ക് വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ പോള് ഫാമിലിയുടെ ആ ഒരു ബാഡ് ലക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവന് റോക്കിംഗ് ഹോഴ്സ് റൈഡ് ചെയ്യാനും തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഫാമിലി വെൽത്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം നോഷൻ ഓഫ് ലക്ക് എന്നത് ഒരു തീമാണ്. അതുപോലെ ഇഡിപ്പസ് കോംപ്ലക്സ്. പോൾസ് ഡിസൈഡ് ടു ഏൺ മണി ഫോർ ദ ഫാമിലി ക്യാൻ ബി സെഡ് ടു ബി ആൻ അൺകോൺഷ്യസ് ഡിസൈഡ് ടു ടേക്ക് ഹിസ് ഫാദേഴ്സ് പ്ലേസ്, എ കോൺസെപ്റ്റ് ദാറ്റ് സൈക്കോ അനലിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡ് ടേംഡ് ദ ഇഡിപ്പസ് കോംപ്ലക്സ്. അത് നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ തീമായിട്ട് നമുക്ക് ഈ ഇഡിപ്പസ് കോംപ്ലക്സ് പറയാൻ പറ്റും. അതായത് പോളിന് അമ്മയോടൊരു കൂടുതലൊരു ഇഷ്ടം പോളിനുണ്ട്. അതായത് അച്ഛനെ അൺകോൺഷ്യസ്ലി അച്ഛനെ അവനെന്താണ് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വീട്ടിലെ ആ ഒരു എല്ലാ കാര്യങ്ങളും ആ ഒരു ബാഡ് ലക്ക് ഇല്ലാതാക്കി വെൽത്ത് കൊണ്ടുവരാൻ അവന് ശ്രമിക്കുന്നുണ്ട്. ഇത് ഇഡിപ്പസ് കോംപ്ലക്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ള ടേം ആ ഒരു കോൺസെപ്റ്റ് സൈക്കോ അനലിസ്റ്റ് ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡാണ് ടേം ചെയ്തിട്ടുള്ളത്. ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഡിപ്പസ് കോംപ്ലക്സ് ഒക്കേഴ്സ് ഇൻ ഫാലിക് സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്. സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫാലിക് സ്റ്റേജിലാണ് ഇഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ഫീലിങ്സ് ഓഫ് ഡിസയർ ഓഫ് ഓപ്പോസിറ്റ് സെക്സ് പാരൻറ്റ്.
അതായത് ഓപ്പോസിറ്റ് സെക്സ് പാരൻറ്റിനോട് ഉണ്ടാക്കുന്ന ഒരു അട്രാക്ഷനാണ്, അതായത് ഫീലിങ്സ് ഓഫ് ഡിസയറാണ് ഇഡിപ്പസ് കോംപ്ലക്സ്. അതായത് ഒരു ബോയ് ചൈൽഡിന് അമ്മയോടുണ്ടാകുന്ന ഒരു ഡിസയർ, ഒരു അട്രാക്ഷൻ, ഇതാണ് എന്ത് ഇഡിപ്പസ് കോംപ്ലക്സ്. കോമ്പറ്റീഷൻ വിത്ത് സെയിം സെക്സ് പാരൻറ്റ്, അതായത് സെയിം സെക്സ് പാരൻറ്റിനോട് ഒരു കോമ്പറ്റീഷൻ, അതായത് അച്ഛനോട് എപ്പോഴും വെറുപ്പും ദേഷ്യമൊക്കെ ആയിരിക്കും, അമ്മയോടായിരിക്കും കുറച്ചുകൂടെ ഒരു ഡിസയർ ഫീലിംഗ് ഒക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, നെഗ്ലിജൻസ് ഈസ് ദ അനദർ തീം ഓഫ് ദ സ്റ്റോറി. Esther's preoccupation with material things, she neglects to provide Paul the love he needs to develop into a normal, mentally stable child. അത് ഹെസ്റ്റർ എന്താണ്, മെറ്റീരിയൽ തിങ്സിനോട് അവൾക്ക് ഭയങ്കര അതിയായിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അവൾ പോളിനെ അത്രയധികം സ്നേഹിക്കുന്നില്ല. പോളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു നോർമലായിട്ടുള്ള മെൻ്റലി സ്റ്റേബിളായിട്ടുള്ള ഒരു കുട്ടിക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും അവൾ നൽകുന്നില്ല. then hypocrisy. In the first paragraph of the story, the narrator says Esther does not love her children. Nevertheless, outwardly she pretends to love them. And people say she is a good mother, she adores his children. Hypocrisy എന്ന് പറയുന്നത് അതായത് ഒരു തീമാണ് ഈ സ്റ്റോറിയിലെ. അതായത് നമുക്ക് ഈ സ്റ്റോറിയിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ നരേറ്റർ പറയുന്നുണ്ട്, എസ്റ്ററിൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവൾ നല്ല ഒരു അഡോറബിൾ ആയിട്ടുള്ളൊരു മദറാണ് എന്ന് ആളുകൾ പറയും. അത് അവൾ പ്രിറ്റൻഡ് ചെയ്യാണ്. അവിടെ ഒരു ഹിപ്പോക്രസിയാണ് നടക്കുന്നത്. അപ്പോൾ ഹിപ്പോക്രസി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറിയിലെ തീമാണ്. ദെൻ നെക്സ്റ്റ്, ഫോൾട്ടി സെൻസ് ഓഫ് വാല്യൂസ്. എസ്റ്റർ മേക്സ് സ്റ്റൈലിഷ് ലിവിങ് ദ ചീഫ് ഗോൾ ഓഫ് ഹർ മാരേജ്. എസ്റ്റർ ആൻഡ് ഹർ ഹസ്ബൻഡ് റിഗാർഡ് ദം ആസ് ഒബ്ജക്ട്സ് ഫോർ ഡിസ്പ്ലേ, like the furnishing in the home. It's just faulty sense of values create anxiety that haunts the whole house with the whispering phrase, there must be more money. അതായത് ഹെസ്റ്റർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്, പോളിൻ്റെ അമ്മ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതായത് അവളുടെ മാരേജിലെ ഗോൾ തന്നെ ഒരു സ്റ്റൈലിഷ് ലിവിങ് ആയിരുന്നു. ഹെസ്റ്ററും ഹസ്ബൻഡും ഒരു ഡിസ്പ്ലേക്ക് വെച്ചൊരു ഒബ്ജക്ട്സുകളെ പോലെയാണ് അവർ ജീവിച്ചിരുന്നത്. അതായത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഫർണിച്ചേഴ്സൊക്കെ പോലെയാണ് അവർ ജീവിച്ചിരുന്നത്. ഇതൊക്കെ ഹെസ്റ്ററിൻ്റെ ഒരു ഫോൾട്ടി സെൻസ് ഓഫ് വാല്യൂസാണ് കാണാൻ കഴിയുന്നത്. അത് അവളിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അവരുടെ വീട്ടിലുള്ള ഒരു വിസ്പറിംഗ് ഒക്കെ ഇത് മൂലമാണ് ഉണ്ടാകുന്നത്. അതായത് ദർ മസ്റ്റ് ബി മോർ മണി എന്നുള്ള ഒരു വിസ്പറിംഗ് ഒക്കെ വരുന്നത് ഈ ഒരു ഫോൾട്ടി സെൻസ് ഓഫ് വാല്യൂസ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഒബ്സഷൻ. ലെസ്റ്റ് ഫോർ മെറ്റീരിയൽ ഒബ്ജക്ട്സ്, സ്റ്റൈലിഷ് ലിവിങ് ആൻഡ് മണി സോ ഒബ്സസ്ഡ് പോൾസ് മദർ ദാറ്റ് ഷി നെഗ്ലെക്ട്സ് പോൾ ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ്. പോൾ ദെൻ ഇൻഹെറിറ്റ്സ് ഹർ ഒബ്സഷൻ. അതായത് പോളിൻ്റെ അമ്മ ഹെസ്റ്ററിന് ഒരുപാട് മെറ്റീരിയൽ ഒബ്ജക്ട്സ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള ലിവിങ്, മണി, ഇതിനോടൊക്കെ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു എന്നാണ് പറയുന്നത് എസ്റ്റർ, പോളിൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ പോളിനെ നെഗ്ലക്റ്റ് ചെയ്തിരുന്നു, പോളിനെയും പോളിൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ. അതുകൊണ്ട് തന്നെ പോള് ആ ഒരു അമ്മയുടെ ആ ഒരു ആഗ്രഹം, ആ ഒരു ഒബ്സഷൻ പോള് നേടിയെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. When he discovered that the 5,000 pounds he sets aside for her is not enough to achieve his goals, he becomes obsessed with winning more. അതായത് പോൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു 5,000 പൗണ്ട്സ് അമ്മക്കൊന്നുമല്ല, അവൾക്ക് അവളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുകയും അവൻ വീണ്ടും വിന്നിങ് മോർ എന്നുള്ളതിലേക്ക് അവൻ